ഇന്ന് HTML-ലും CSS ഇൻലൈൻ CSS യൂസ് ചെയ്ത് ഒരു സിമ്പിൾ ആയിട്ട് ഒരു റെസ്യൂം ബിൽഡ് ചെയ്യും. സെക്ഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെക്ഷൻ്റെ അകത്ത് ഫിഗർ ടാഗിൻ്റെ അകത്ത് ഒരു ഇമേജും അതേപോലെ ഒരു ക്യാപ്ഷനും ആഡ് ചെയ്യുന്നു. ക്യാപ്ഷൻ്റെ അകത്ത് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു. ഞാൻ ഇവിടെ ഡമ്മി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡമ്മി ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഒരു ഇമേജും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ സൈറ്റിൽ കയറിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇമേജ് കോപ്പി ചെയ്യുന്നു, SRC കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പിക്ചർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ലോഡായി വന്ന് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ താഴെ ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിവിൻ്റെ അകത്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടേബിളിൻ്റെ അകത്ത് ഒരു റോ ക്രിയേറ്റ് ചെയ്യുന്നു. റോയ്ക്കകത്ത് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് ChatGPT ജനറേറ്റ് ചെയ്യുന്ന ഡമ്മി വാല്യൂസ് ഞാൻ പാസ് ചെയ്യും. ഓക്കെ, ഫോൺ നമ്പർ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം. അതുകൊണ്ട് ബി ടാഗിനുള്ളിൽ ഞാൻ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ നമ്പർ ആങ്കട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ടെല്ല് ഗ്യാസ് സ്പേസ് എല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഫോൺ നമ്പറായി. ഇപ്പം ഇതേപോലെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാം. താഴെ നമുക്ക് എന്ത് കൊടുക്കാം? ഇമെയിൽ കൊടുക്കാം. ഓക്കെ, ഡമ്മി ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് HRFൻ്റെ അകത്ത് മെയിൽ ടു ഏത് മെയിലിലോട്ടാണ് പോകാനുള്ള അത് റെഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത റോ ക്രിയേറ്റ് ചെയ്യാം. അപ്പം സെയിം സാധനം കോപ്പി ചെയ്യുക, താഴെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് DOB ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അകത്ത് ഓക്കെ, ആങ്കട്ടാകൊന്നും വേണ്ട, നമുക്ക് ഐ ടാഗിനുള്ളിൽ ഡേറ്റ് ഓഫ് ബർത്ത് പാസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ലൊക്കേഷൻ വേണം. എന്നിട്ട് ഇവിടുന്ന് ആങ്കട്ടാഗ് മാറ്റുക. ലൊക്കേഷൻ എന്താ പറയുക, മിസ്സിംഗ് ഉണ്ടല്ലേ, സോറി, ഇവിടെ തൊട്ടാണ് റിമൂവ് ചെയ്യുള്ളൂ. ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയായി. ഇനി നമുക്ക് ലിങ്ക്ഡിൻ ഡീറ്റെയിൽസും കൂടി കൊടുക്കാം. അപ്പം അതിനുവേണ്ടി TR, പിന്നെ അവിടെ കോളം മെർജ് ചെയ്യാണ്. അപ്പം അതിനുവേണ്ടി കോൾ സ്പാന് 2 2 കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ എല്ലാ റോയിലും 2 കോളം ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് ബി ടാഗ് അതിൻ്റെ അകത്ത് ലിങ്ക്ഡിൻ കോളൻ ആങ്കർ ടാഗിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? നിങ്ങളെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ഡേറ്റാസ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നൊരു ഫേക്ക് ഡീറ്റെയിൽ ആണ്, അല്ലെങ്കിൽ ഡമ്മി ഡീറ്റെയിൽ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മാത്രം കൊടുക്കുക. പിന്നെ ഈ വെബ്സൈറ്റ് ഓൺലൈനായിട്ട് പബ്ലിഷ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്പർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കത്തില്ല. പേഴ്സണൽ നമ്പർ കൊടുക്കാതെ വേറെ ഏതെങ്കിലും നിങ്ങളെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെയും പേസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇമേജും പേരും, റൈറ്റ് സൈഡിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതാണ് ചെയ്യാൻ പോകണം. അത് ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. സെക്ഷൻ്റെ അകത്ത് സ്റ്റൈൽ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇമേജിന്റെ സൈസ് കുറയ്ക്കണം. അപ്പോൾ സ്റ്റൈലിനകത്ത് വിഡ്ത്ത് 120 px ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു 180 കൊടുക്കാം. ഓക്കെ, ഈ ഇമേജും ഈ ഒരു ക്യാപ്ഷനും സെൻറ്റർ ആയിട്ട് അലൈൻ ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഫിഗർ ടാഗിൻ്റെ അകത്ത് സ്റ്റൈൽ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് അലൈൻ ഐറ്റം സെൻറ്റർ, അത് കണക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് ജസ്റ്റിഫൈ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, ഇനി ആ പേര് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ബോൾഡ് ആക്കാം. അപ്പം അതിനുവേണ്ടി സ്റ്റൈല് ഫോൺ വെയിറ്റ് ബോൾഡ്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഈ ഒരു ടെക്സ്റ്റ് എഴുത്തിന്റെ രീതി ഒന്ന് മാറ്റാം. അപ്പം അതിനുവേണ്ടി ബോഡി ടാഗിൻ്റെ അകത്ത് സ്റ്റൈല് ഫോൺ ഫാമിലി സാൻസ് റഫ്, എന്നിട്ട് ഡിഫാൾട്ട് ആയിട്ട് ഫോൺ സൈസ് ഞാൻ 18 px കൊടുക്കുകയാണ്. അപ്പൊ ഇത് ബോഡി ടാഗിനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് പാരന്റ് ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ചിൽഡ്രൻസും ഈ 2 പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ചെയ്യും. ഈ ഒരു ഫോൺ ഫാമിലി ഇൻഹെറിറ്റൻസ് ചെയ്യും, അതാണെങ്കിൽ ഈ ഫോൺ ഫേസ് 18 px ഇൻഹെറിറ്റൻസ് ചെയ്യും. അതാണ് HTML മെയിൻ ഫോക്കസ്, ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പ്. പാരന്റിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ അതെല്ലാം ചൈൽഡിന് അക്യൂർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടി കാണാൻ വന്ന് ഇനി നമ്മൾ എപ്പോഴും ചെയ്യാൻ നേരത്തെ ഡിസൈൻ ചെയ്യാൻ നേരത്തെ എപ്പോഴും സെന്ററിൽ തന്നെ അലൈൻ ചെയ്ത് വെക്കാൻ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും കണ്ണെത്തുന്നത് സെന്ററിലോട്ടാണ്. നമ്മൾ എപ്പോഴും അറ്റത്ത് നിങ്ങൾ നോക്കി വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? എപ്പോഴും സെന്ററിൽ തന്നെ കണ്ടന്റ് കൊണ്ടെത്തിക്കാൻ നോക്കണം. അത് സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? ഈ സെക്ഷനെ എന്ത് ചെയ്യണം? സ്റ്റൈൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ സെക്ഷൻ അറിയാൻ വേണ്ടി റെഫർ ചെയ്യാൻ വേണ്ടി റെഡ് കളർ കൊടുക്കുകയാണ്. കണ്ട, ഇപ്പൊ സെക്ഷന്റെ വിട്ട് ഫുൾ എടുത്തേക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ വിട്ട് എന്ത് ചെയ്യണം? കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം.
അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിട്ട് കുറച്ച് കൊടുക്കണം. വിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് 70%. സോറി, ഡോളർ അല്ല, പെർസെൻറ്റേജ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഒരു സെക്ഷനെ കൃത്യം സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി മാർജിൻ 0 ഓട്ടോ ആടാ, നമ്മൾ കൃത്യം സെൻറ്ററായി. അപ്പൊ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് വരും, ഇവിടെയും കുറച്ച് ഗ്യാപ്പ്. അപ്പൊ ഇത് റീഡബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. ഭയങ്കരമായിട്ട് അതിന്റെ വിട്ട് കുറയ്ക്കല് എപ്പോഴും 80-നും 60-ന്റെ ഇടയിലൊക്കെ ഇടുന്നതായിരിക്കും ബെറ്റർ. അത് നിങ്ങളെ ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്ത പോലെ ആയിരിക്കും, പിന്നെ സ്ക്രീൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്കിനി റെഫറൻസ് റെഡ് കളർ വേണ്ട. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ഫോൺ നമ്പർ കുറച്ചും കൂടി താഴോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി ടേബിളിന്റെ അകത്ത് മാർജിൻ അല്ല, സ്റ്റൈലിന്റെ അകത്ത് മാർജിൻ ടോപ്പ് 40 px, അപ്പോൾ ഒരു 60 px കൊടുക്കുക. അത് കണക്ക് ടേബിളിന്റെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, സെൽ സ്പേസിങ്. ഞാൻ ഒരു 10 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം കാണാൻ കൊള്ളാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആങ്കർ ടാഗ് എല്ലാം ഒന്ന് ഡിസൈൻ ചെയ്യാം. അപ്പൊ എവിടെയൊക്കെ ആങ്കർ ടാഗ് ഉണ്ടോ അത് ആദ്യം കണ്ടുപിടിക്കണം. എവിടെ കൊണ്ടുപോണേ? ഓക്കെ, പിന്നെ ആൾട്ട് വെച്ചിട്ട് എല്ലാ ആങ്കർ ടാഗിന്റെ അവിടെ മൾട്ടിപ്പിൾ സെലക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് എല്ലാത്തിനും ഒരു സ്റ്റൈൽ തന്നെ കൊടുക്കുകയാണ്. സ്റ്റൈല് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അണ്ടർലൈൻ എടുത്ത് കളയണം. അതിനുവേണ്ടി ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ്. ഇപ്പൊ അണ്ടർലൈൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറച്ചും കൂടി വേറെ കളറിലാക്കണം. അപ്പൊ അതിനുവേണ്ടി കളർ പ്രോപ്പർട്ടി ഇവിടെ സ്കൈ ബ്ലൂ കൊടുത്ത്, എന്നിട്ട് അതിനെ കുറച്ച് ഇത്തിരി പോലെ ഡാർക്കനിലോട്ട് കൊണ്ടുപോകണം. അത് കാണാൻ കൊള്ളൂല. ഓക്കെ, കളർ ബാക്കിയൊന്നും മാറിയില്ല. അപ്പൊ ഈ വാല്യൂ കോപ്പി ചെയ്യുക, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇമെയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ഇറ്റാലിക്സ് ആക്കാം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ വന്നിട്ട് ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക്സ്. അയ്യോ, അത് ഫോൺ നമ്പർ ആയിപ്പോയി. താഴെയിലുള്ളതിനെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ കൊടുത്തു ഇങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എൻട്രി അടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും കിട്ടും. എപ്പോഴും ആ ടാഗിനുള്ളിലായിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? പേരായി. ഓക്കെ, ബേസിക് ഡീറ്റെയിൽ. നമുക്ക് അടുത്ത സെക്ഷൻ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ അവിടെ HR കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ഹൊറിസോണ്ടൽ ലൈൻ വരും. അപ്പൊ ഈ ലൈനേക്ക് ഫുള്ള് വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്ത് കളയണം. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം? സ്റ്റൈല് വിട്ട് 70%. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഇനി ചില സമയത്ത് കട്ട് ചെയ്യാൻ നേരത്ത് സെൻറ്റർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാർജിന്റെ അകത്ത് ഈ വാല്യൂ കൊടുത്താൽ മതി. 0 ഓട്ടോ കൊടുത്താൽ മതി, സെൻറ്റർ ആയില്ലെങ്കിൽ. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് H2 ഹെഡിങ് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് സമ്മറി, എന്നിട്ട് ChatGPT ജനറേറ്റ് ചെയ്തെന്ന വാല്യൂസ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റർ അടിക്കാം. ഇവിടെ എൻ്റർ അടിക്കാം. ഓക്കെ, എന്ത് ചെയ്യണം? ഈ സെക്ഷനെ സെൻട്രലോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാനുള്ള? സെക്ഷൻ ടാഗിന്റെ അകത്ത് സ്റ്റൈല്, സത്യം പറഞ്ഞാൽ ഇന്റേണൽ സ്റ്റൈൽ യൂസ് ചെയ്യണമെങ്കിൽ ഇത്രയും കിടന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണ്ട, ഒരു തവണ ചെയ്താൽ മതി. ഇപ്പൊ ഇൻലൈൻ സ്റ്റൈലിൽ മാത്രമേ ചെയ്യണുള്ളൂ. അതിൻ്റെ അകത്ത് വിട്ട് എത്ര സെറ്റ് ചെയ്ത് കൊടുക്കണം? 70%. അത് കണക്ക് വിട്ടല്ല, മാർജിൻ 0 ഓട്ടോ ഓട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരഗ്രാഫിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാം. അപ്പൊ സ്റ്റൈല് ഫോണ്ട് സ്റ്റൈല് ജസ്റ്റിഫൈ അല്ല, ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഒരു HR. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ. സെക്ഷൻ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റൈലിനകത്ത് വിട്ട് 70%, 70%. അത് കണക്ക് മാർജിൻ 0 ഓട്ടോ. H2ൻ്റെ അകത്ത്
ടെക്നിക്കൽ സ്കില്ല്. താഴെ ഫ്യൂവൽ ടൈലർ LIക്കകത്ത് 3 ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ LI×3 എൻ്റർ. ChatGPT ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളെ ഡീറ്റെയിൽ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്കിൽ സെറ്റ് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ പാർട്ട് ബോൾഡ് ആക്കാൻ വേണ്ടി അത് കട്ട് ചെയ്യുന്നു. ബി ടാഗിനുള്ളിൽ കൊടുക്കുന്നു. ബി ടാഗിന് പകരം നിങ്ങൾക്ക് സ്ട്രോങ് ടാഗിൻ്റെ അകത്തും കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം. എഴുതി കൊടുത്താലും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ, സ്കിൽ UI നമുക്ക് എന്ത് ചെയ്യാം, HR വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ സാധനം ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സ്പാൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നു. അത് അടുത്തൊരു സ്പാൻ ടാഗിൻ്റെ അകത്ത് എൻ്റർ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടും. അതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ H2ൻ്റെ അകത്ത് ടൈറ്റിൽ കൊടുക്കാം, ഇന്റേൺഷിപ്പ് ഓർ വർക്ക്ഷോപ്പ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇത് കുറച്ച് ബോൾഡാക്കി കാണിക്കാം, ഇതിന്റെ സൈസ് കുറയ്ക്കാം, അതൊന്ന് ഇറ്റാലിക്സും ആക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ 2 സ്പാൻ ടാഗ് കൊടുത്തത്. സ്റ്റൈല്, ഫോണ്ട് വെയിറ്റ്, ബോൾഡ്. അത് കണക്ക് സ്റ്റൈല്, ഫോണ്ട് സൈസ് ഇനി അവിടെ 80% കൊടുക്കുകയും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറാൾ ആയിട്ടുള്ള നമ്മുടെ ഫോണ്ടിന്റെ സൈസ് 18 PX ആണ്. അപ്പൊ ഈ 18 PXന്റെ 80% ആരെ കൊടുക്കുന്ന ഈ ഒരു സ്പാൻ ടാഗിനുള്ളൂ. അത് നോക്കിയാൽ മതി, ചെറുതായിട്ട് വരും കേട്ടോ. പിന്നെ ഒന്ന് എന്ത് ചെയ്യുന്നു, ഇറ്റാലിക്സ് ആക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക്സ് ഇമ്പോർട്ടൻ്റ് അല്ല, ഇറ്റാലിക്സ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇന്റേൺഷിപ്പിൽ കിട്ടിയ പോയിന്റ് നമുക്ക് ഓരോ ലിസ്റ്റിൻ്റെ അകത്ത് കൊടുക്കാം. × 3. ഓക്കെ, 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റേൺഷിപ്പ് വർക്ക്ഷോപ്പ് കൊടുക്കാം. ഡമ്മി ആയിട്ട് ചെയ്യുന്നെങ്കിൽ ഇതേപോലെ കൊടുത്താൽ മതി. ഈ സെയിം സാധനം ഞാൻ ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയാണ്. അതിൻ്റെ 2 പോയിന്റേ ഉള്ളു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, HR വെച്ച് ക്ലോസ് ചെയ്യാം. HR. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാം ചെയ്ത് പോകണില്ല. നിങ്ങൾ വല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി പ്രോജക്റ്റ് ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടിയില്ല, ഇങ്ങനെ കൊടുത്തു പോകണം. ഇത് സിമ്പിൾ ആയിട്ടുള്ള റെസ്യൂമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി. സെക്ഷൻ്റെ അകത്ത് H2ൻ്റെ അകത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ സെക്ഷനകത്ത് എന്ത് കൊടുക്കുക, സ്റ്റൈല്, വിഡ്ത്ത് 70%, മാർജിൻ 0, ഓട്ടോ. ഓക്കെ, എഡ്യൂക്കേഷൻ നമുക്കൊരു ടേബിളിനകത്ത് കൊടുക്കാം. ടേബിളിനകത്ത് TR, TH, EM. രണ്ടാമത്തേല് കോഴ്സ്. മൂന്നാമത്തേല് മാർക്ക്, അത് പെർസെൻറ്റേജ്. ഓക്കെ, നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനുവേണ്ടി ബോർഡർ 1. ഓക്കെ, അതിൻ്റെ ആ ഒരു സ്പേസിങ് കളയാം.
അതിനുവേണ്ടി സെൽ സ്പേസിങ് 0. ഓക്കെ, ഇനി അതിന്റെ വിഡ്ത്ത് കൂട്ടി കൊടുക്കാം. വിഡ്ത്തും കുറച്ച് ഗ്യാപ്പും കൊടുക്കാം. അപ്പൊ സെൽ പാഡിങ് ഒരു 10. ഓക്കെ, അതിനൊക്കെ അതിന്റെ വിഡ്ത്തും സെറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി സ്റ്റൈലിനകത്ത് വിഡ്ത്ത് 100%. 100% പറയുമ്പോൾ ബ്രൗസറിന്റെ 100% എടുക്കത്തില്ല. കാരണം ഈ ടേബിൾ ഏത് സെക്ഷൻ്റെ അകത്താണ് ഇരിക്കുന്നത്? ഈ ഒരു സെക്ഷൻ്റെ. ആ സെക്ഷന്റെ വിട്ട് 70% ആയിരിക്കും. അപ്പൊ 70ന്റെ 100, അതുകൊണ്ടാണ് ഫുൾ ആയത്. പിന്നെ ഇവിടെ 50 കൊടുക്കണമെങ്കിൽ പാതി ആവത്തുള്ളൂ. ഏതിന്റെ പാതിയാണ്? ആ 70ന്റെ പാതി, അല്ലാതെ ബ്രൗസറിന്റെ അല്ല. പിന്നെ 100 കൊടുത്ത് ഇനി എന്ത് ചെയ്യാം? ഓരോ ഡമ്മി വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് വർഷം? ഓക്കെ, കോഴ്സിന്റെ പേര് എവിടെയാണ്? കോഴ്സ് എടുത്ത്. ഓക്കെ, അപ്പൊ കോഴ്സിന്റെ പേര് എന്ത് ചെയ്യാം? ഒന്ന് ബോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഇറ്റാലിക്സിലും കൊടുക്കുക. TM വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു കിട്ടും. ഇനി എന്ത് ചെയ്യാം? മാർക്ക് ഞാൻ അവിടെ കൊടുക്കുകയാണ് 90%. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്ററിൽ കൊണ്ടുപോകാം. അപ്പൊ സ്റ്റൈല് ടെക്സ്റ്റ് അലൈൻ സെന്റർ, മാർക്ക് മാത്രം. ഇനി അതേപോലെ എന്ത് ചെയ്യണം? ഇത് കോപ്പി ചെയ്യണം. എന്നിട്ട് അടുത്ത ഡീറ്റെയിൽസ് 2018, 2020, ഹയർ സെക്കൻഡറി എവിടെയാണ് പഠിച്ചത്. എന്നിട്ട് ശതമാനം നമുക്ക് 78 കൊടുക്കാം. അത് കണക്ക് SSLC അതിന് മുമ്പ് ഡേറ്റ് കൊടുക്കണം. 17, 18 എവിടെയാണോ പഠിച്ചത്? ഓക്കെ, മാർക്ക് 84. അപ്പൊ നമുക്ക് ഇതേപോലെ എന്താ കിട്ടും? ഒരു ടേബിൾ കിട്ടും. അപ്പൊ നിങ്ങൾ പ്രോജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ ഈ സെയിം സാധനം, മീൻസ് ആ സെയിം കോഡ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനൊരു HR കൊടുക്കുക. ഓക്കെ, അത് അടുത്തായി പോയെന്ന് തോന്നുമെങ്കിൽ ഏറ്റവും എളുപ്പം BR എന്നിട്ട് കൊടുത്താൽ മതി, ബ്രേക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ ഇന്റേൺഷിപ്പ് മാറ്റിയിട്ട് അവിടെ പ്രോജക്റ്റ് വല്ലതും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോജക്ട്സ്, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിന്റെ പേര്, എന്നിട്ട് വർഷം ഉണ്ടെങ്കിൽ വർഷം കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ആ പ്രോജക്റ്റിനെ കുറിച്ച് 3-4 പോയിന്റ്, ഏത് ടൂൾസ് യൂസ് ചെയ്താണ് പ്രോജക്റ്റ് ചെയ്തത്, ആ പ്രോജക്റ്റിനകത്ത് എന്തൊക്കെ API ഉണ്ട്, എന്തൊക്കെ ഫീച്ചറാണ് കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ആ സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ആൻഡ് അവാർഡ് എന്നും പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് ഇതേപോലെ പോയിന്റ് കൊടുക്കും. ഞാൻ ചെയ്ത് സമയം കൂട്ടുന്നില്ല. ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേരിന് വേണ്ടി ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ഈ സാധനം കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അതിനകത്ത് ഈ സാധനം എടുത്ത് കളയുക, തലക്കെട്ട് നേരെ ഡിക്ലറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേരിന് വേണ്ടി ഒരു പാരഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ലൈൻ ഉണ്ടെങ്കിൽ സ്റ്റൈലിനകത്ത് ടെക്സ്റ്റ് അല്ലെ ജസ്റ്റിഫൈ കൊടുക്കുക. കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ, എന്നിട്ട് വീണ്ടും ഒരു P ടാഗ് എടുക്കുക. ആ P ടാഗിനകത്തുള്ളിൽ സ്ട്രോങ് ടാഗോ ബോൾഡ് ടാഗോ യൂസ് ചെയ്ത് ഉള്ള പേര് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന്റെ പേര് എന്താണ്? ആദിച്ചു. അത് കണക്ക് സ്ട്രോങ്ങിന്റെ അകത്ത് സ്ട്രോങ്ങോ ബോൾഡോ പ്ലേസ്, അതിന്റെ പ്ലേസ് ഏതായിരുന്നു? ഓക്കെ, ചെന്നൈ. ഓക്കെ, താഴെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ ഇതേപോലെ ആയിരിക്കും. കുറച്ചും കൂടി അലൈൻമെന്റിൽ ആണെങ്കിൽ വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എന്ത് ചെയ്യുക? ഒരു ബ്രേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTML ഇൻലൈൻ CSS ചെയ്തിട്ട് ഒരു റെസ്യൂം ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫാക്ട് ഡീറ്റെയിൽസ് കൊടുത്തോ, അല്ലെങ്കിൽ സ്വന്തം ഡീറ്റെയിൽ കൊടുക്കോ. സ്വന്തം ഡീറ്റെയിൽ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഫോൺ നമ്പർ, പേഴ്സണൽ ഫോൺ നമ്പർ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റ് എടുക്കണമെങ്കിൽ Ctrl+P എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രിന്റ് എടുക്കാം. ഇങ്ങനെയൊന്നും ആരും റെസ്യൂം അയച്ചു കൊടുക്കത്തില്ല. പിന്നെ HTML ഞാൻ പഠിപ്പിച്ച് അത് വെച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക. കാരണം ഞാനത് കൂടുതൽ എക്സാമ്പിൾ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ആശയം ചെയ്തെടുക്കാൻ പറ്റും.